ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിൽ ഈ വർഷവും ഓണാഘോഷം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനുമായ PM സുരേഷ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. സമുചിതമായ രീതിയിലാണ് ഈ വർഷവും ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ജുഡീഷ്യൽ ഓഫീസർമാരുടെയും കോടതി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആഘോഷം കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർമാനുമായ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിൻ്റെ ദേശീയ ഉത്സവമെങ്കിലും ഇതിന് ഒരു പൗരാണിക പശ്ചാത്തലം കൂടിയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആ ഐതിഹ്യം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പുരാതനം കേൾക്കുമ്പോൾ, ആ കഥയിൽ വില്ലനായിട്ടാണ് ദൈവത്തെ കണ്ടിരുന്നത്. മഹാബലി എന്ന് പറയുന്ന പ്രജാതൽപരനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഈശ്വരൻ എൻ്റെ ഈശ്വരനാണെന്ന് അന്നത്തെ എൻ്റെ ബാല്യകൗമാരങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ആ പുരാവൃത്തം നമ്മെ പഠിപ്പിക്കുന്ന സാന്മാർഗികത എന്തെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ഈഗോയാണ്. ഞാനാണെല്ലാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത്. ആ ഈഗോയെ, ഞാനെന്ന ഭാവത്തെ ചർച്ചിത്താഴ്ത്തുന്ന ഒരു സാന്മാർഗിക കഥയാണ് വാമനാവതാരത്തിൻ്റെ കഥ. അങ്ങനെ ഇന്ന് എനിക്ക് വാമനാവതാരം വില്ലനല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ TK മമത, സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ MR ദിലീപ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമാരായ C റാസിഖ്, T ഫായിസ്, ശിരസ്താദാർ K രാമചന്ദ്രൻ, ഹോസ്ദുർഗ് സബ് കോടതിയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ എന്നിവർ ആശംസകൾ നേർന്നു. ലളിതമായ കലാകായിക മത്സരങ്ങളും തിരുവാതിരയും ആഘോഷത്തിന് പൊലിമ പകർന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.